ഒരാൾ ഗുരുവിനടുത്തെത്തി ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എനിക്ക് ഈ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനാകണം. ഒരാൾക്കും എന്നെ ഈ സമ്പത്തിൽ തോൽപ്പിക്കാൻ സാധിക്കരുത്. ഞാനായിരിക്കണം അതുല്യനായ വ്യക്തി എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, ശരി, സമ്മതിച്ചു. ഒരു കാര്യം ചെയ്യൂ, നാളെ രാവിലെ ഈ ആശ്രമത്തിന് അക്കരെയുള്ള ഗുഹയുടെ അടുത്ത് നീ വരൂ. ആ ഗുഹയ്ക്കുള്ളിൽ നിനക്ക് ആവശ്യത്തിനുള്ള സമ്പത്തുണ്ട്. അത് നിനക്ക് ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ നീ വലിയവനാകും. നിന്നെ ആർക്കും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ അയാൾ വീട്ടിൽ പോയി. പിറ്റേന്ന് നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഗുഹയിലെത്തി. ഗുഹയുടെ വാതിൽ തുറന്നിട്ടാണുള്ളത്. നേരെ അകത്ത് കയറി. അകത്ത് കയറിയ ഉടനെ കണ്ണ് മഞ്ഞളിച്ചു പോയി. കാരണം നിറയെ രത്നങ്ങളും പവിഴങ്ങളും സ്വർണ്ണ കൂമ്പാരം തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അത് കണ്ട ഉടനെ നമ്മളുടെ വ്യക്തിക്ക് വളരെയധികം അത്യാർത്തി ഉണ്ടായി. കയ്യിൽ കിട്ടിയതൊക്കെ വാരിയെടുത്തു. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് വീണ്ടും പവിഴങ്ങളും രത്നങ്ങളും ഒക്കെ കാണുന്നത്. അങ്ങനെ എല്ലാം വാരി പിടിച്ച് പുറത്തിറങ്ങാൻ നോക്കുമ്പോഴേക്കും കോട്ടവാതിൽ അടഞ്ഞു. സമയം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ആ സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കണം. ആർത്തി എന്നുള്ളത് പിന്നീടാണ്. സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കണം. ആർത്തിയുടെ പുറകെ പോകുമ്പോൾ പലതും നമുക്ക് നഷ്ടപ്പെടും. ശരിയല്ലേ? ഹാവ് എ നൈസ് ഡേ.